ബിഗ് ബോസ് ഹൗസിൻ്റെ ഹോട്ടൽ ടാസ്ക് എല്ലാ തവണയും വലിയ പ്രതീക്ഷ തരുന്നതാണ്. പക്ഷേ ഈ സീസണിൽ ആ ഒരു രസമില്ലായിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സീസണിലെ കണ്ടസ്റ്റൻസിൻ്റെ കുഴപ്പം തന്നെയാണ്. ആരും അത്ര ക്രിയേറ്റീവ് അല്ലാത്തത് കൊണ്ടാവാം ഈ ഒരു രസച്ചരടില്ലാത്തത്. സാബു കയറി വന്നപ്പോൾ വീട് നിറച്ച ആൾക്കാരും കൂടാതെ സ്കൂൾ പിള്ളേർ ടൈപ്പ് പ്രകടനവും. ടിപ്പ് മാക്സിമം കിട്ടാൻ അപ്സരയൊക്കെ പുറകെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ കൊടുത്ത ടിപ്പ് തിരിച്ചു മേടിച്ചത് ഒരു അടിപൊളി മൂവായിരുന്നു. കണ്ടു ചിരിക്കാൻ പാകത്തിനുള്ള പരിപാടി ഒന്നും തന്നെ ഇല്ലായിരുന്നു എന്ന് വേണം പറയാൻ. കണ്ടന്റ് ഉണ്ടാക്കാനുള്ള ക്ഷാമം കൊണ്ടാണോ എല്ലാം സാബുവിൻ്റെ പുറകെ താറാവ് നടക്കുന്ന പോലെ നടക്കുന്നുണ്ടായിരുന്നു. ഇന്നിപ്പം ഗെയിം ചേഞ്ച് വന്നേക്കുന്നത് ഋഷിക്കാണ്. സാബു കയറി വന്നപ്പോൾ തൊട്ട് എല്ലാവർക്കും ഉള്ളത് അവിടെയും ഇവിടെയുമായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇനി അവരതൊക്കെ മനസ്സിലാക്കി അവരുടെ ഗെയിം ചേഞ്ച് ചെയ്താൽ എല്ലാവരും തന്നെ രക്ഷപ്പെടും. നോറയ്ക്കിട്ടുള്ളത് സാബു കുറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നോറയുടെ കാര്യം അറിയാലോ, വായിട്ടലച്ച് കുറേയൊക്കെ പിടിച്ച് നിന്നു. ജിൻഡോയ്ക്ക് കിച്ചൺ ഡ്യൂട്ടി ആയിരുന്നു. പക്ഷേ ജിൻഡോ സാബുവിൻ്റെ പുറകെ വലിപ്പിക്കാനായിട്ട് കുറേ നടന്നു. സീസൺ 5 പോലെ അത്ര എൻ്റർടൈനിങ് ഒന്നും അല്ലായിരുന്നു ഇത്. പിന്നെ ഈ ഒരു വരവോടുകൂടി അപ്സരയ്ക്ക് നല്ല മാറ്റമുണ്ടായി. റസ്മിന് ഓൾറെഡി ഗെയിം ചേഞ്ച് ചെയ്തായിരുന്നു. ജാസ്മിനും സിജോയ്ക്കും ഇന്ന് വലിയ സ്പേസ് ഒന്നും സാബു വന്ന ടൈം കിട്ടിയില്ല. അതൊക്കെ ഒരു കണക്കിന് അൻസിബയുടെ തന്നെ കളിയാണ്. കാരണം അവരെ ഹൗസ് കീപ്പിങ്ങിൽ ഇട്ടേക്കുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പ്രാങ്കിന്റെ ഭാഗമായിട്ട് കുറച്ച് പൊട്ടിത്തെറികളും ചീറ്റിലുമൊക്കെ ഉണ്ടായി. വീടൊന്ന് ബഹളം വെച്ചു. ശ്രീരേഖ പതിവ് പോലെ ആക്ടിൽ തന്നെ പിടിച്ചിരുന്നു. സായി റോബോട്ടായിട്ട് അങ്ങ് ജീവിച്ചു. ഋഷി ഇന്ന് കുറച്ച് എക്സ്പോസ്ഡ് ആയി. അപ്സര, ശരണ്യ, നന്ദന ഇവരൊക്കെ പ്രാങ്കിന്റെ ഭാഗമായിട്ട് വായിട്ടളിച്ച് എത്ര നേരമാണ് നിന്നതിന് ഓർക്കെതിരെന്നറിയാവോ. ശരിക്കും ഇവർ പ്രാന്തായെന്ന് വേണം പറയാൻ. അഭിഷേക്, റസ്മിനൊക്കെ കലി കയറി പൊളിഞ്ഞ് നിൽക്കുമായിരുന്നു. പക്ഷേ നോറയ്ക്കിട്ടുള്ള പ്രാങ്ക് ആണെങ്കിലും നോറ മാത്രം അനങ്ങാതെ നിന്നിട്ട് ബാക്കി ഹൗസിലുള്ളവരെല്ലാവരും പൊട്ടിത്തെറിച്ചു. നോറയുടെ ഗെയിം പ്ലാൻ ഇപ്പോഴും പകപോക്കൽ തന്നെ. ജാസ്മിനും റസ്മിനുമായിട്ടൊന്ന് ഉരസി കുറേ റസ്മിനെ പ്രാഗി. ഇനി വരുന്ന ആളുകളിൽ എല്ലാവരും ഗെയിം മാറ്റിയാൽ നല്ല രസമുണ്ടാവും. കൂട്ടത്തിൽ കൂടുതൽ പേര് പകവച്ച് കളിക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഒരു രസമില്ലാത്തത്. ഗെയിമിൽ കുറച്ചൊക്കെ എൻ്റർടൈൻമെൻറ്റ് ഫാക്ടേഴ്സ് കൊണ്ടുവരികയാണെങ്കിൽ ഗെയിം ഇനിയും നന്നാകും. ഫാൻസ് ഇല്ലാത്തവർക്ക് ഫാൻസ് ഉണ്ടാകാനും കുറച്ച് വോട്ട് കിട്ടാനും ഏറ്റവും പറ്റിയ അവസരമാണ് ഈ ഒരു ഹോട്ടൽ ടാസ്ക്.